ഇപ്പോൾ തിയോഫിൻ കൂടി നമ്മളോടൊപ്പം തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. കാരണം തൃശ്ശൂരിലാണല്ലോ ഏറെ ചർച്ചാ വിഷയമായി പരിപാടികൾ നടക്കുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ പ്രധാനമന്ത്രി എത്തുന്നതിൻ്റെ ഭാഗമായി വലിയ നിയന്ത്രണങ്ങൾ. നാളെ രാവിലെ 6 മണി മുതൽ 9 മണി വരെയുള്ള സമയത്താണ് പ്രധാനമന്ത്രിയുടെ വരവും കാര്യങ്ങളുമൊക്കെ ഉള്ളത്. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണമുള്ളത്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ ദർശനത്തിനെത്തിയവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇപ്പോൾ തിയോഫിൻ നമ്മളോടുകൂടി ചേരുകയാണ്. തിയോഫിൻ, ഇന്നു മുതൽ തന്നെ കർശനമായ നിയന്ത്രണങ്ങളാണോ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്? ദർശനമടക്കമുള്ള കാര്യങ്ങളിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുകൾ തീർക്കുകയാണോ ഈ നടപടികളുടെ ഭാഗമായി? തീർച്ചയായും മനു, എന്നാൽ ഇന്ന് വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടാകില്ല എന്നാണ് നമുക്ക് കഴിഞ്ഞ ദിവസം വരെ അറിയാൻ കഴിഞ്ഞിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്ന് രാവിലെയുള്ള നിയന്ത്രണങ്ങൾ വരുന്നത്. നാളെ നടപ്പിലാക്കേണ്ട സുരക്ഷാ നിയമങ്ങളുടെ മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളോ അതുമായി ബന്ധപ്പെട്ട ഒരുപക്ഷെ എന്തെങ്കിലും മോക്ക് ഡ്രിൽ പോലെയുള്ള സംവിധാനങ്ങളോ എന്തെങ്കിലുമൊക്കെ ശ്രമിച്ചു നോക്കാനുണ്ടാകുമായിരിക്കാം. അതിന്റെ പേരിലാണെന്ന് തോന്നുന്നു. എന്തായാലും ശക്തമായ ഒരു സുരക്ഷ ഏർപ്പെടുത്തി. സുരക്ഷ എന്ന് നമ്മൾ പറയുമ്പോഴും ഇവിടുത്തെ വിഷയം ഇന്നത്തെ ദിവസം എത്തുന്ന ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്നവർക്ക് അത് തന്നെയല്ല, ഈ പ്രവേശനം ഉണ്ടാകില്ലെന്നോ എന്തെങ്കിലും രീതിയിലുള്ള ഒരു മുൻകൂട്ടി അറിയിപ്പുകൾ ഉണ്ടായിരുന്നെങ്കിൽ കുറേയേറെ ഭക്തജനങ്ങൾ വരാതിരിക്കുമായിരുന്നു. ഈ വന്നവർക്കെല്ലാം ക്ഷേത്രത്തിനകത്ത് കയറാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിലെ 4 ഭാഗത്തു നിന്നുമുള്ള ക്ഷേത്രത്തിലെ വഴികൾ, അതായത് നടപ്പുരയിലേക്കുള്ള വഴികൾ പോലും അടച്ച് അതിന് പുറത്ത് നിർത്തിയിരിക്കുകയായിരുന്നു ഭക്തരെ. രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. രാവിലെ 7 മണിക്ക് മുൻപ് കുറെ പേർക്ക് നടപ്പന്തലിനുള്ളിലേക്ക് കയറാൻ പറ്റി. അതിനുശേഷം ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. 9 മണി വരെ കടത്തിവിടില്ല എന്നാണ് പിന്നീട് അവർ. എന്നാൽ കുറെ സമയത്തിന് ശേഷം കുറച്ചുപേരെ വിട്ടു. പിന്നീട് വാർത്തയായി, നമ്മൾ ഉൾപ്പെടെ വാർത്ത ചെയ്തപ്പോൾ ഈ വിവാദമാവുകയും ചോദ്യങ്ങൾ ഉയരുകയും ചെയ്തപ്പോൾ വീണ്ടും ഇടയ്ക്കിടെ കുറച്ചുപേരെ മാത്രം കടത്തിവിടുക. അപ്പോൾ പ്രവേശനമില്ല എന്ന രീതിയിൽ ഒരു വാർത്ത വരാനുള്ള സാഹചര്യം ഒഴിവാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മുഴുവൻ വിശ്വാസികൾക്കും ഭക്തജനങ്ങൾക്കും ദർശനത്തിനെത്തുന്നവർക്കും പെട്ടെന്നൊന്നും ക്ഷേത്രത്തിൽ ദർശനം നടത്തി പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. മറ്റൊന്ന്, ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. മകരമാസത്തിന്റെ തുടക്കത്തിലുള്ള ദിവസങ്ങളാണ് ഈ കടന്നു പോകുന്നത്. മകരമാസത്തിന്റെ ആദ്യ 3-4 ദിവസങ്ങളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കുള്ള ദിവസങ്ങളാണ്. സാധാരണ രീതിയിലുള്ള ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തരെ കൂടാതെ മകരവിളക്ക് കഴിഞ്ഞെത്തുന്ന അയ്യപ്പ ഭക്തരുടെ ഒരു വലിയ തിരക്ക് ഈ 2-3 ദിവസങ്ങളിൽ ഉണ്ടാകും. അത് പ്രത്യേകിച്ച് ഇന്നും നാളെയും ഉള്ള ദിവസങ്ങളിലാണ്. ഈ ദിവസങ്ങളിലാണ് പ്രധാനമന്ത്രി ഇവിടെ എത്തുന്നത് എന്നതാണ് മറ്റൊരു പ്രയാസം ഈ ഭക്തർക്ക് ഉണ്ടാക്കുന്നത്. ഇതിന്റെ പേരിൽ ഉണ്ടാകുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അത്തരം വിഷയങ്ങളിലേക്ക് മുഴുവൻ ചർച്ച ചെയ്താൽ ഒരുപക്ഷെ നമുക്ക് ഒരു വാർത്ത. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ബുദ്ധിമുട്ടുകളോ ഈ വിഷയങ്ങളോ ഒന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. ഒരു മാധ്യമങ്ങൾക്കും പരാതിയില്ല, ഒരു മാധ്യമങ്ങളിലും അന്തിച്ചർച്ചയില്ല, ഒരു മാധ്യമങ്ങളിലും ആരും കഥാപ്രസംഗം പറയുന്നില്ല, വലിയ BGM ഇട്ട് ഇൻട്രോകൾ മുഴക്കി ആരും ഒന്നും പറയുന്നില്ല. കാരണം പ്രധാനമന്ത്രി വരുമ്പോൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചോളൂ എന്ന ഒരു മനോഭാവം തന്നെയാണ്. ആ ഇരട്ടത്താപ്പ് കൂടി ഇവിടെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്.